ഹെഡ്ലൈൻസ്. പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പിന് പിന്നാലെ ജമ്മു കാശ്മീരിലും പഞ്ചാബിലും ഡ്രോണുകൾ നിർവീര്യമാക്കി സൈന്യം. അതിർത്തി വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകൾ റദ്ദാക്കി എയർ ഇന്ത്യയും ഇൻഡിഗോയും. സ്ഥിതിഗതികൾ വീണ്ടും വിലയിരുത്താൻ ഇന്ത്യ. ഇടുക്കിയിൽ യുവാവിനെ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു. ഗുരുതരമായി പരിക്കേറ്റ തോപ്രാംകുടി സ്വദേശി വിജേഷ് ചികിത്സയിൽ. മർദ്ദനത്തിന് കാരണം ഉത്സവത്തിനിടെ ഉണ്ടായ വാക്ക് തർക്കം. സംഭവത്തിൽ 8 പേർ പിടിയിൽ. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിൽ. എറണാകുളം മലയാറ്റൂരിൽ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ വീട് തകർന്നു. ആക്രമണമുണ്ടായത് ഇല്ലിത്തോട് സ്വദേശി ശശിയുടെ വീടിന് നേരെ. ഭിത്തി തകർന്നു വീണ വീട്ടമ്മയ്ക്ക് പരിക്ക്. 10 സെക്കൻഡ് കൊണ്ട് വന്നിട്ട് ഒരു അലർച്ച ഒരു വിളിയും കഴിഞ്ഞിട്ട് ഇതൊന്ന് തള്ളി കഴിഞ്ഞിട്ട് ഒന്നോടെ അങ്ങോട്ട് തള്ളി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഈ കട്ടില വന്ന് എൻ്റെ കാലയിലേക്ക് വീണു. നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. പ്രതി കേതൽ ജിൻസൺ രാജയ്ക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. വിധി പ്രസ്താവിക്കുക. വാദം പൂർത്തിയായ ശേഷം ശിക്ഷ വിധിക്കുക. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി. സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഈ മാസം 27-ന് കാലവർഷം കേരളത്തിലെത്തിയേക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് സൗദിയിൽ ഗൾഫ് US ഉച്ചകോടിയിൽ പങ്കെടുക്കും. വ്യാവസായിക പ്രതിരോധ കരാറുകളിൽ ഒപ്പുവെക്കും. IPL മത്സരങ്ങൾ ശനിയാഴ്ച പുനരാരംഭിക്കും. 6 വേദികളിലായി മത്സരങ്ങൾ നടക്കും. ഫൈനൽ പോരാട്ടം ജൂൺ 3-ന്. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8880 രൂപ, പവന് 71,040 രൂപ.